നമസ്കാരം. കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിലെ മറ്റൊരു പുതിയ ടോപ്പിക്കിലേക്ക് ഇന്ന് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് ഓംസ് ലോ. ജർമ്മൻ ഫിസിസ്റ്റായിട്ടുള്ള ജോർജ് സൈമൺ ഓം, അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ലോയാണ് ഓംസ് ലോ. അപ്പോൾ എന്താണ് ഓംസ് ലോ എന്നുള്ളതാണ് നമുക്കറിയാം. നമ്മളൊരു കണ്ടക്ടർ എടുത്തിട്ട്, ഇതൊരു മെറ്റാലിക് കണ്ടക്ടറാണ്. ഈ ഒരു കണ്ടക്ടറിന് അക്രോസ് നമ്മളൊരു പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ്. വി ആർ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ. അതായത് ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്തു. ഒരു സെല്ല് നമ്മളിവിടെ കണക്ട് ചെയ്യാണ്. സെല്ലാണ്. ഈ സെല്ലിന് ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഈ സെല്ല് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ 5 വോൾട്ടാന്ന് കരുതും. 5 വോൾട്ട് സെല്ലാണെങ്കിൽ ഈ 5 വോൾട്ട് തന്നെ ആയിരിക്കും എവിടെയും വരിക, ഇവിടെയും ഈ മെറ്റാലിക് കണ്ടക്ടറിന് അക്രോസ് ഇവിടെയും വരിക. ഇത് കോപ്പർ വയർ തന്നെയാണ്, ഞാൻ ഇതിന് കണ്ടക്ടറിനെ കുറച്ച് വലുതാക്കി വരച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഇവിടെയും എത്ര വോൾട്ടേജ് വരിക? 5 വോൾട്ടാണ് വരിക. അപ്പോൾ ജോർജ് സൈമൺ ഓം അദ്ദേഹത്തിൻ്റെ ഓംസ് ലോ എന്നുള്ള ലോയിലൂടെ പറയുന്നതാണ്, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ കറണ്ട് പാസിങ് ത്രൂ ദ കണ്ടക്ടർ, ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ അപ്ലൈഡ് അക്രോസ് ദി കണ്ടക്ടർ. ഈ കണ്ടക്ടറിലൂടെ എത്ര ഇൻറ്റൻസിറ്റിയിലാണ് കറണ്ട് ഒഴുകുക എന്നുള്ളതിന് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? നമ്മൾ എത്ര പൊട്ടൻഷ്യലാണ് ഇവിടെ അപ്ലൈ ചെയ്തത് എന്നുള്ളതിന് പ്രൊപ്പോർഷണലായിരിക്കും. നമുക്കറിയാം ഇതിൻ്റെ നൊട്ടേഷൻസൊക്കെ അല്ലേ. എന്താ കറണ്ടിൻ്റെ നൊട്ടേഷൻ? കറണ്ടിൻ്റെ നൊട്ടേഷൻ ദാറ്റ് ഈസ് ഐ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ വി എന്നാണ് കൊടുക്കുക. എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ അല്ലേ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് എന്ത്? പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഐ പ്രൊപ്പോർഷണൽ ടു വി, ദാറ്റ് ഈസ് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എപ്പോൾ? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് ഈ പറയുന്ന ഓംസ് ലോ വാലിഡ് ആവുന്നത്. ദാറ്റ് ഈസ് ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വി ഓർ ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വി എന്നുള്ളത് നമുക്ക് എങ്ങനെയും പറയാം, തിരിച്ചും പറയാം. ദാറ്റ് ഈസ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. തിരിച്ചും പറയാം, ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വി. കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും. തിരിച്ചെങ്ങനെ പറയാം? വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും അല്ലേ. ദാറ്റ് ഈസ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷനാണ്. ഇതിനെ നമുക്ക് എങ്ങനെയാക്കി മാറ്റാം? ഇതിനൊരു ഇക്വേഷനാക്കി മാറ്റാം. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ കോൺസ്റ്റൻറ്റ്. ഐ ഇൻറ്റു എ കോൺസ്റ്റൻറ്റ്. ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. ഈ ആറിന് പറയുന്ന പേരെന്താണ്? റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് വി ബൈ ഐ. വി എന്നുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ഐ എന്നുള്ളത് കറണ്ടാണ്, ആൻഡ് ആർ ഈസ് ദ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം എന്നുള്ള സയൻറ്റിസ്റ്റിൻ്റെ ബഹുമാനാർത്ഥം അതിൻ്റെ യൂണിറ്റ് എന്താണ് നമ്മൾ പറയാറുള്ളത്? ഓം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം. അതിൻ്റെ സിമ്പിൾ എങ്ങനെയാണ്? ഓം എന്നുള്ള സിമ്പിളാണ് കൊടുക്കുക. ദാറ്റ് ഈസ് വി ബൈ ഐ. റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്നും കൂടിയും ഓർമ്മിക്കുക. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ കണ്ടക്ടറിലൂടെയുള്ള കറണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ബാറ്ററി ബൾബ് എക്സ്പെരിമെൻറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അതിൽ ഞാൻ 1.5ൻ്റെ ഒരു സെല്ലാണ് എടുത്തത്. 1.5 വോൾട്ടുള്ളൊരു സെല്ലിൽ ഞാനൊരു ബൾബ് നിങ്ങളെ കത്തിച്ച് കാണിച്ചു. 1.5 വോൾട്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 2 ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ എന്ത് കൂടും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടും. 1.5 സെല്ല്, 1.5ൻ്റെ ഒരു ബാറ്ററി, അതിന് സീരീസ് ആയിട്ട് വേറൊരു 1.5ൻ്റെ ബാറ്ററി. നമ്മൾ ടോർച്ചിലൊക്കെ ബാറ്ററി ഇടുന്ന പോലെ, ടോർച്ചിൽ ബാറ്ററി നിങ്ങൾക്കറിയാം സീരീസ് ആയിട്ടാണ് ബാറ്ററി ഇടുക.
അപ്പോൾ രണ്ട് 1.5 വോൾട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ എത്ര വോൾട്ട് ആവും? യെസ്, 3 വോൾട്ട് ആവും അല്ലേ? ഒരു 1.5 പ്ലസ് അടുത്ത 1.5 എത്ര? 3 വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ കൂടിയോ? കൂടി. അപ്പോൾ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ എന്തും കൂടണം? ഓംസ് ലോ പ്രകാരം കറണ്ടും കൂടണം. അപ്പോൾ കറണ്ട് കൂടിയോന്ന് എങ്ങനെ അറിയാം? യെസ്, അവിടുത്തെ ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത കൂടണം. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓംസ് ലോ വാലിഡ് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓംസ് ലോ വാലിഡ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച സെയിം എക്സ്പെരിമെൻറ്റ് നിങ്ങളെ കാണിക്കാം. ഒരു ബാറ്ററി, ആ ബാറ്ററിയുടെ നെഗറ്റീവ് ടു പോസിറ്റീവ് ഒരു വയർ കണക്ട് ചെയ്ത് ബൾബിലൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ബൾബ് കത്തുന്നുണ്ട് അല്ലേ? ബൾബ് കത്തുന്നുണ്ട് നിങ്ങൾക്ക് കാണാം. ഇനി രണ്ട് ബാറ്ററി യൂസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി. അപ്പോൾ ഇന്ന് എന്ത് മനസ്സിലായി? രണ്ട് ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എത്രയാണ്? 3 വോൾട്ടാണ് അല്ലേ? ഇത് 1.5 വോൾട്ടിൻ്റെ പൊട്ടൻഷ്യലാണ്, ഇതിന് 1.5 ആണ്. രണ്ട് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് 1.5 പ്ലസ് 1.5 അപ്പോൾ എത്രയാണ്? 3 വോൾട്ട്. അപ്പോൾ 3 വോൾട്ട് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ എന്ത് കൂടും? അതിലൂടെയുള്ള ഈ കണ്ടക്ടറിലൂടെയുള്ള എന്ത് കൂടും? കറണ്ട് കൂടും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ 1 ഓം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? ആറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. R ഈസ് ഈക്വൽ ടു V/I അല്ലേ? വി ഹാവ് ടു ഡിഫൈൻ വാട്ട് ഈസ് 1 ഓം റെസിസ്റ്റൻസ്. അപ്പോൾ 1 ഓം എന്ന് നമുക്കിവിടെ കിട്ടണമെങ്കിൽ നമുക്ക് പറയാം 1 വോൾട്ട് ബൈ 1 ആംപിയർ. 1 വോൾട്ട് ബൈ 1 ആംപിയർ ആണ് 1 ഓം. അപ്പോൾ നമുക്ക് പറയാം ഒരു കണ്ടക്ടറിലൂടെ 1 ആംപിയർ കറണ്ട് ഒഴുകുമ്പോൾ അതിന് അക്രോസായി കൊടുത്തിരുന്ന പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആണെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 1 ഓം ആണ്. 1 ഓം ഈസ് ദാറ്റ് റെസിസ്റ്റൻസ് when we apply a potential difference of 1 volt which constitute a current of 1 ampere through that conductor. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു കണ്ടക്ടറിന് കൊടുത്തപ്പോൾ, അക്രോസ് കൊടുത്തപ്പോൾ ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്ത കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 1 ഓം ആണ്. ഇനി നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷനെ കുറിച്ചാണ് പറയുന്നത്. എന്തായിരിക്കും റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ വരിക? നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ നമുക്ക് കാണണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡയമെൻഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V ബൈ ഡയമെൻഷൻ ഓഫ് I. ഡയമെൻഷൻ ഓഫ് V എന്താണ്? പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. അപ്പോൾ V എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. ചാർജ് എന്നുള്ളതിന് ചാർജിൻ്റെ ഡയമെൻഷൻ ദാറ്റ് ഈസ് Q. അപ്പോൾ ഓൾറെഡി ഇവിടെ I ഉണ്ട്, ദാറ്റ് ഈസ് W ബൈ ഡയമെൻഷൻ ഓഫ് I ഇൻറ്റു ഡയമെൻഷൻ ഓഫ് Q. ഡയമെൻഷൻ ഓഫ് കറണ്ട് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ചാർജ്. ഇനി ചാർജ് എന്നുള്ളത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിലില്ല അല്ലേ? പക്ഷേ എന്തുണ്ട്? കറണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പോൾ ചാർജിന് എങ്ങനെ കറണ്ടിൻ്റെ ടേംസിൽ പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് I ഈസ് ഈക്വൽ ടു Q ബൈ T. സോ Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T. അപ്പോൾ I ഇൻറ്റു T എന്ന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് R എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W ബൈ ഡയമെൻഷൻ ഓഫ് I ഇൻറ്റു Q എന്നുള്ളതിന് പകരം എന്ത് എഴുതാം? I ഇൻറ്റു T എന്ന് എഴുതാം. ദാറ്റ് ഈസ് I ഇൻറ്റു T. ഇനി നമുക്ക് എഴുതാൻ എളുപ്പമാണ്. ഡയമെൻഷൻ ഓഫ് W, വർക്കിൻ്റെ ഡയമെൻഷൻ എന്താണ്? എനർജിയുടെ ഡയമെൻഷനാണ്. mL² T⁻⁻² ഡിവൈഡഡ് ബൈ എത്ര കറണ്ട് ഉണ്ട്? കറണ്ടിൻ്റെ എത്ര ഡയമെൻഷൻ ഉണ്ട്? 2 ഉണ്ട്. സോ I² ഇൻറ്റു ടീൻ്റെ ഡയമെൻഷൻ ദാറ്റ് ഈസ് ക്യാപിറ്റൽ T. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതിനെ എങ്ങനെ എഴുതാം? mL² T⁻⁻² ഇവിടെ ഉണ്ട്. ഇവിടുന്ന് T മുകളിലേക്ക് വരുന്ന സമയത്ത് T⁻⁻1 ആവും. ദാറ്റ് ഈസ് T⁻⁻2 ഇൻറ്റു T⁻⁻1 ദാറ്റ് ഈസ് T⁻⁻3. I² മുകളിലേക്ക് എഴുതുമ്പോൾ I⁻⁻². ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ്. mL² T⁻⁻3 I⁻⁻². ഇതാണ് റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് ഓംസ് ലോ? ഓംസ് ലോൻ്റെ ഇക്വേഷൻ സൈഡ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. എന്താണ് 1 ഓം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? ഇനി റെസിസ്റ്റൻസ്
അല്ലെങ്കിൽ റെസിസ്റ്റർ എങ്ങനെയാണ് നമ്മളതിനെ സിംബോളിക്കായി റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെയാണ് സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാമിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാതെ എന്താണ് റെസിസ്റ്റൻസ് ആണ്. ഇതിന് സൈഡിലായി അവർ എഴുതിയിട്ടുണ്ടാവും 2 ohm 3 ohm 2.1 ohm എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സിംബോളിക്കായി റെപ്രസെൻ്റ് ചെയ്യുക ഇതിനെ റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ റെസിസ്റ്ററിനെ നമ്മൾ സിംബോളിക്കായി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി എന്തിനൊക്കെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എഴുതാം റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ഏതിനൊക്കെയാണ്? ഒന്ന് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. രണ്ടാമത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മൂന്നാമത്തത് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. നാലാമത്തത് ടെമ്പറേച്ചർ. 4 കാര്യങ്ങളാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. ഏതൊക്കെയാണ്? ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് എങ്ങനെ റെസിസ്റ്റൻസ് ലെങ്ത്തിനനുസരിച്ച് ഏരിയയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണ് അതിൻ്റെ വേരിയേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു. ലെങ്ത്, ഏരിയ, നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഗിവൺ കണ്ടക്ടർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, ഒരു വസ്തു നമുക്ക് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും അവിടെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദ റെസിസ്റ്റൻസ് ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഫോർ എ ഗിവൺ കണ്ടക്ടർ at a given temperature, for a given conductor at a given temperature, ഒരു കണ്ടക്ടർ ഒരു നിശ്ചയ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ പറയുന്ന ഗിവൺ ടെമ്പറേച്ചറിൽ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ ഒരുപാട് ലെങ്ത്തുള്ളൊരു വയർ എടുക്കുകയാണെങ്കിൽ ആ വയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. ക്ലിയർ ആയോ? അപ്പോൾ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. ആൻഡ് ദ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇതിനെ രണ്ടിനും കൂടി ചേർത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ റെസിസ്റ്റൻസിന് ഞാൻ R എന്ന് എഴുതുകയാണ്. R is directly proportional to the length that is L and is inversely proportional to the area A. So R is directly proportional to L by A. R is proportional to L by A. ഈ നിയമത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇറ്റ് ഈസ് കോൾഡ് ദ ലോ ഓഫ് റെസിസ്റ്റൻസ്. ഇതിന് പറയുന്ന പേരാണെന്ത്? ലോ ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് ലോ ഓഫ് റെസിസ്റ്റൻസ്? For a given conductor at a given temperature, the resistance is directly proportional to the length of the conductor and is inversely proportional to the area of cross section of the conductor. ആ ലോക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? ലോ ഓഫ് റെസിസ്റ്റൻസ്. ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷനാണ്. നമുക്കിതിനെ എങ്ങനെ ഇക്വേഷനാക്കി മാറ്റാം? സോ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ആൻ ഇക്വേഷൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് R is equal to a constant into L by A. ഈ കോൺസ്റ്റൻ്റ്, ഇവിടുത്തെ ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഈ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. ഈ റെസിസ്റ്റിവിറ്റി എന്നുള്ളതിൻ്റെ സിമ്പിൾ ഇതാണ്. നമ്മളിതിന് വായിക്കുക റോ എന്നാണ്. സോ R is equal to റോ ഇൻറ്റു L by A എന്നാണ് ഇക്വേഷൻ. ഞാൻ ഇവിടെ അടുത്ത് എഴുതാം. R is equal to റോ ഇൻറ്റു L by A. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്മൾ 1 മീറ്റർ ലെങ്ത്തുള്ള ഒരു കണ്ടക്ടർ എടുക്കുകയാണ്. 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ഏരിയയുമുള്ള കണ്ടക്ടർ. ഇവിടെ 1 മീറ്റർ ലെങ്ത്ത് ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആൻഡ് ഏരിയ ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും? R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 1/1. സോ നമുക്ക് പറയാം R is equal to resistivity or R is equal to rho.
അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്യാം. റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് കണ്ടക്ടർ ഹാവിംഗ് ലെങ്ത് 1 meter ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 meter square. അല്ലെങ്കിൽ എങ്ങനെ പറയാം? റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ 1 meter ലെങ്ത്തും 1 meter square ഏരിയയും ക്രോസ് സെക്ഷനുള്ള ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസിസ്റ്റിവിറ്റി. അങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതണം. റെസിസ്റ്റിവിറ്റി ഇതിലെ ഇക്വേഷൻ നമുക്ക് R = ρ × L/A എന്നാണ് കിട്ടിയത്. അങ്ങനെയാണ് റോയിൻ്റെ ഇക്വേഷൻ എന്താവും? ρ = R × A / L. റെസിസ്റ്റിവിറ്റി ρ = R × A / L. ഇനി R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ മീറ്റർ ആൻഡ് മീറ്റർ സ്ക്വയർ ക്യാൻസൽ, ദാറ്റ് ഈസ് ഓം മീറ്റർ അല്ലേ? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? പഠിച്ചു വയ്ക്കുക, ദാറ്റ് ഈസ് ഓം മീറ്റർ. നെക്സ്റ്റ് നമ്മൾ ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി കാണാൻ പോവാണ്. ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി. എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ പഠിച്ചു. റെസിസ്റ്റിവിറ്റി നമ്മൾ എന്താണ് സിമ്പിൾ? റോയാണ്. റോ = എന്താ ഇക്വേഷൻ? R × A / L നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ കാണാം. എങ്ങനെ കാണാം? ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി = ഡയമെൻഷൻ ഓഫ് R × ഡയമെൻഷൻ ഓഫ് A / ഡയമെൻഷൻ ഓഫ് L. ഓൾറെഡി ഡയമെൻഷൻ ഓഫ് R നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് ഡയമെൻഷൻ ഓഫ് R? ദാറ്റ് ഈസ് mL² T⁻³ I⁻² എന്നാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മളിത് പഠിപ്പിച്ചു. ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? mL² T⁻³ I⁻². ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് mL² T⁻³ I⁻² ഇൻറ്റു ഏരിയയുടെ ഡയമെൻഷൻ എന്താണ്? L² ഡിവൈഡഡ് ബൈ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? L. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുന്നതെന്ന് നോക്കൂ എല്ലാവരും. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി = ദാറ്റ് ഈസ് m, ഇവിടെ L² ഉണ്ട്, ഇവിടെ L² ഉണ്ട്. സോ L⁻⁴ ഡിവൈഡഡ് ബൈ L. എത്ര കിട്ടും? L³ അല്ലേ? L² × L² ദാറ്റ് ഈസ് L⁻⁴ ഡിവൈഡഡ് ബൈ L എന്താണ്? L³. ബാക്കി ആരുണ്ട്? T⁻³ I⁻². അപ്പോൾ പഠിച്ചു വയ്ക്കുക. ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ. 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ദ ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് mL³ T⁻³ I⁻². അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പഠിച്ചു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 2 ടേമുകൾ വരും. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലിനാണ് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് കണ്ടക്റ്റിവിറ്റി. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. ദാറ്റ് ഈസ് 1 / റെസിസ്റ്റൻസ്. അതിനാണ് എന്ത് പറയുക? കണ്ടക്റ്റൻസ്. 1 / റെസിസ്റ്റിവിറ്റി, അതിനാണ് എന്ത് പറയുക? കണ്ടക്റ്റിവിറ്റി. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് എഴുതാം. സോ കണ്ടക്റ്റൻസ് എന്താണ്? കണ്ടക്റ്റൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് 1 / റെസിസ്റ്റൻസ്. 1 / റെസിസ്റ്റൻസിനാണ് എന്ത് പറയുക? കണ്ടക്റ്റൻസ് എന്ന് പറയുക. കണ്ടക്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ G ആണ്. G, ക്യാപിറ്റൽ G. സോ ക്യാപിറ്റൽ G = 1/R. ഇനി എന്തായിരിക്കും യൂണിറ്റ് വരിക? 1/Ohm. 1/Ohm എന്താണ്? Ohm⁻⁻1 എന്ന് നമ്മൾ വിളിക്കും. ഇനി അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരൊന്നുണ്ട്, മോ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? സീമെൻസ്. ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. Ohm⁻⁻1 അല്ലെങ്കിൽ മോ അല്ലെങ്കിൽ സീമെൻസ്. ഈ 3 യൂണിറ്റുകളാണ് നമ്മൾ കണ്ടക്റ്റൻസിന് സാധാരണയായി പറയാറുള്ളത്. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ കണ്ടക്റ്റൻസിന് സാധാരണയായി കൊടുക്കാറുള്ളത്. ഇനി അടുത്തത് കണ്ടക്റ്റിവിറ്റി. എന്തായിരിക്കും കണ്ടക്റ്റിവിറ്റി? കണ്ടക്റ്റൻസ് 1 / റെസിസ്റ്റൻസ് ആണ്. കണ്ടക്റ്റിവിറ്റി എന്താവും? ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. കണ്ടക്റ്റിവിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ
സിഗ്മ എന്നുള്ളതാണ്. സിഗ്മ അങ്ങനെ സിഗ്മ എന്നാണ് വായിക്കുക. സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ. റോ എന്തായിരുന്നു? RA/L ആയിരുന്നു. സോ L/RA. L/RA. ഇനി കണ്ടക്ടിവിറ്റി, ഇതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? ഓം മീറ്ററാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? Ohm⁻⁻1 m⁻⁻1. അഥവാ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോ മീറ്റർ ഇൻവേഴ്സ്. ഇതാണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇതേ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു RA/L നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു RA/L. ഇനി നമ്മൾ ഇതേ റെസിസ്റ്റിവിറ്റിയെ ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി പറയാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞിരുന്നു. എന്താണ് കറണ്ട് ഡെൻസിറ്റിയുടെ സിമ്പൽ? ജെ ഈസ് ഈക്വൽ ടു I/A. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഓംസ് ലോ എന്നുള്ളത് മറ്റൊരു ഫോർമാറ്റിൽ, ഓംസ് ലോൻ്റെ ഇക്വേഷൻ എന്താണ്? V ഈസ് ഈക്വൽ ടു IR. ഇതേ ഓംസ് ലോ നമ്മൾ മറ്റൊരു ഫോർമാറ്റിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒന്ന് നമുക്ക് പരിശോധിക്കാം എങ്ങനെ എഴുതാമെന്നുള്ളത്. നമ്മൾ പഠിച്ച ഇക്വേഷനാണ് റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു R/A/L. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു R/A/L അല്ലേ? ഞാൻ ഇവിടെ അടുത്ത് എഴുതാം. റോ ഈസ് ഈക്വൽ ടു R/A/L. എന്താണ് R? റെസിസ്റ്റൻസ് ആണ്. എന്താണ് ഓംസ് ലോൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്? V ഈസ് ഈക്വൽ ടു IR. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? R ഈസ് ഈക്വൽ ടു V/I. ഈ V/I എന്നുള്ളത് നമ്മൾ ആറിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? റോ ഈസ് ഈക്വൽ ടു V/I ഇൻറ്റു A/L. എങ്ങനെ കിട്ടി? റോ ഈസ് ഈക്വൽ ടു ആറിന് പകരം V/I ഇൻറ്റു A/L. ഇനി ഈ ഇക്വേഷനെ ഞാൻ റീഅറേഞ്ച് ചെയ്യാണ്. V/L ഡിവൈഡഡ് ബൈ A എന്നുള്ളതിനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് I/A. ഈ ന്യൂമറേറ്ററിലുള്ള ടേമും ഡിനോമിനേറ്ററിലുള്ള ടേമും നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത്തിന് എന്താ പറയുക? യെസ്, ഇറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡാണ്. ദാറ്റ് ഈസ് E. I/A എന്താ? I/A കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് J. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? റോ ഈസ് ഈക്വൽ ടു E/J എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അല്ലെങ്കിൽ നമുക്ക് J എങ്ങനെ എഴുതാം? J ഈസ് ഈക്വൽ ടു E/ρ. J ഈസ് ഈക്വൽ ടു E/ρ. എന്താണ് 1/ρ? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. എന്താ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി? ദാറ്റ് ഈസ് 1/ρ. അതിന് നമ്മൾ എന്ത് ലെറ്ററാണ് കൊടുക്കാറ്? സിഗ്മ. അപ്പോൾ 1/ρ എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? സിഗ്മ കൊടുക്കാം. സോ J ഈസ് ഈക്വൽ ടു സിഗ്മ E എന്ന് കിട്ടി. എന്ത് കിട്ടി? J ഈസ് ഈക്വൽ ടു സിഗ്മ E. J ഈസ് ഈക്വൽ ടു സിഗ്മ E എന്നുള്ളത് ഓംസ് ലോൻ്റെ മറ്റൊരു ഇക്വേഷനാണ് ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി. J ഈസ് ഈക്വൽ ടു സിഗ്മ E. ഇതിൽ J എന്നുള്ളത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഇലക്ട്രിക് ഫീൽഡ്. സോ J ഈസ് ഈക്വൽ ടു സിഗ്മ E. ദാറ്റ് ഈസ് കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഓംസ് ലോൻ്റെ മറ്റൊരു ഫോർമാറ്റ് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ഡീറ്റെയിലായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി നോട്ട് എഴുതുക. ബാക്കി ചാപ്റ്ററിൻ്റെ മെയിൻ കണ്ടൻറ്റിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ കടക്കും. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ കറക്റ്റായി റിവൈസ് ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.